മമറുകളുടെ ലോകം എന്ന ഒരു സെമിനാർ. മറ്റൊന്ന് ഇതടുത്ത പ്രദേശമായിട്ടുള്ള മുലാമന്തോളിനടുത്ത് ഏലംകുളം മലയിൽ നടക്കുന്ന EMSന്റെ ലോകം എന്ന മറ്റൊരു സെമിനാർ. ഈ രണ്ട് സംഭവങ്ങളും അത് ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞപ്പോൾ ഒന്നുകൂടി അതിനൊരു അടിവരായിട്ട് പറയാം. ഒരു ചരിത്ര നിയോഗമായിരിക്കാം, യാദർശികതയല്ലായിരിക്കാം. കാരണം നമ്മൾ പൊതുവെ EMSനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു വലിയ പ്രയോഗമുണ്ട് കേരളത്തിൽ അങ്ങോളങ്ങളാണ്. ആധുനിക കേരളത്തിൻ്റെ ശില്പി. ഞാൻ EMSന്റെ ഈ കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ കുറച്ചു കാണിക്കാനോ അല്ലെങ്കിൽ താഴ്ത്തിക്കിട്ടാനല്ല ശ്രമിക്കുന്നത്. മറിച്ച് കേരളത്തിൻ്റെ ശില്പി എന്ന് പറയാവുന്ന വിധത്തിൽ ഉയർന്നു വന്നിരുന്ന പലരെയും ഇകഴ്ത്താനുള്ള ചില ശ്രമങ്ങളും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. നമ്മൾ കേരളത്തിൽ പലരും പല IAS പരീക്ഷകളടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും പുറത്ത് അറിയപ്പെടുന്ന വ്യക്തി ആരാണോ, അല്ലെങ്കിൽ PSC പരീക്ഷയ്ക്ക് ചുരുക്കി ചോദിക്കാവുന്ന ചോദ്യമാണോ? പല ഉത്തരങ്ങളുണ്ട്. നാരായണഗുരു ഉത്തരമായിരിക്കാം, EMSന്റെ ഉത്തരമായിരിക്കാം, അങ്ങനെ പല ഉത്തരങ്ങളുണ്ട്. മറിച്ച് എവിടെയെങ്കിലും മമ്പുറം തങ്ങൾ, പ്രത്യേകിച്ച് സെയ്ദ് ഫസൽ മമ്പുറം തങ്ങൾ, പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന തങ്ങളുടെ പേര് എവിടെയും കേൾക്കാവുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള ചരിത്ര ഒരു പ്രശ്നമായിട്ട്, കേൾക്കാത്ത തരത്തിലുള്ള ചരിത്ര പ്രശ്നമായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നു. മമ്പുറം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ മമ്പുറം തങ്ങളുടെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള അങ്ങനെ ഒരു ഉദ്യമം നടത്തുന്നു, ചെറിയ ശ്രമം നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ജീവചരിത്രകാരൻ എന്ന നിലയ്ക്കല്ല, മറിച്ച് ഒരാളുടെ ചരിത്രം, പ്രത്യേകിച്ച് സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളുടെ ചരിത്രം എഴുതാനുള്ള ശ്രമത്തിനിടയിൽ നേരിട്ട ചില വിഷമങ്ങളും നേരിട്ട ചില ഡൈലമകളും പങ്കുവയ്ക്കാനാണ് ഈ വേദി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും അതിലൊന്ന്, മമ്പുറം തങ്ങളെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യും, എവിടെ നമ്മൾ ഉൾക്കൊള്ളിക്കും. പലർക്കും പല ഉത്തരവുണ്ടാവും. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം മമ്പുറം തങ്ങളെ കുറിച്ച് ജീവചരിത്രങ്ങൾ പരിശോധിച്ചു. സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളെ കുറിച്ച് ഞാനിവിടെ മമ്പുറം തങ്ങൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളാണ്, തീർച്ചയായിട്ടും സെയ്ദ് അലവി തങ്ങളല്ല. എൻ്റെ അന്വേഷണം പരിമിതപ്പെടുത്തിയിരിക്കുന്നത് സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളിലാണ്. അപ്പോൾ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് മലയാളത്തിലും മറ്റു പല ഭാഷകളിലുമുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കലായിരുന്നു. അപ്പോൾ പ്രധാനമായും കണ്ട പ്രശ്നം, ഇദ്ദേഹത്തിൻ്റെ ജീവിതം 3-4 ഭാഷകളിൽ, 3-4 പ്രദേശങ്ങളിൽ, 3-4 ജനസമൂഹങ്ങളുടെ ചരിത്രവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന, അത്രയും ഓർഗാനിക് ആയിട്ടുള്ള ജൈവബന്ധം സ്ഥാപിച്ച ഒരു ജീവിതമായി, ഒരു വ്യക്തിത്വമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം വായിച്ച ജീവചരിത്രങ്ങളെല്ലാം മലയാളത്തിലുള്ളതായിരുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചരിത്ര ഭാവനയ്ക്കനുസരിച്ചുള്ള ചില, ഇപ്പം നേരത്തെ നമ്മുടെ ബാലകൃഷ്ണൻ പള്ളിക്കുന്ന് പറഞ്ഞതുപോലുള്ള ചില ആഖ്യാനങ്ങൾ, അത് എവിടെ എത്തുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് കാലത്ത് മലബാറിന് പുറത്താക്കൽ തീർക്കുന്ന ചില ചരിത്ര രേഖകളും അത്തരം ചരിത്ര ആഖ്യാനങ്ങളുമാണ് കണ്ടുകിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉപയോഗിക്കുന്ന പേരുകൾ, ഇവിടെ ഉപയോഗിക്കുന്ന നമ്മൾ സവിശേഷമായിട്ടുള്ള ചില പുള്ളിയെക്കുറിച്ചുള്ള ചില ആഖ്യാനങ്ങൾ, അല്ലെങ്കിൽ പുള്ളിയുടെ കറാമത്തുകളെ കുറിച്ചുള്ള ചില രേഖകൾ, ഇത് മുഴുവൻ നമുക്ക് പറയാം മലബാറിൻ്റെ മുത്ത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുത്രൻ, അങ്ങനെ പല വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു ലോക്കൽ ഐഡന്റിഫിക്കേഷൻ സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിട്ട് അവിടെ നമുക്ക് കിട്ടുന്നു. ഒമാനിൽ പോയി, അപ്പോൾ ഇവിടെ പേര് സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളാണ്. ഒമാനിൽ നിന്നപ്പോൾ സെയ്ദ് ഫസൽ മാപ്പിള. ബ്രിട്ടീഷ് രേഖകളെല്ലാം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സെയ്ദ് ഫസൽ മാപ്പിള എന്നായിരുന്നു. അപ്പോൾ ഈ സെയ്ദ് ഫസൽ മാപ്പിളയെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞാൻ ഒമാനിൽ തുടങ്ങുന്നത്. അവിടെ ആദ്യം ചെല്ലുന്നത് സലാലയ്ക്ക് അടുത്തുള്ള മിർബാത്ത് എന്ന് പറയുന്ന ഈ ഹദ്രമൗത്തിൽ നിന്ന് പോയിട്ടുള്ള സീതന്മാരുടെ വലിയൊരു സെറ്റിൽമെന്റിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും സെയ്ദ് ഫസലിനെ അറിയാം. സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങൾ നമ്മൾ വിളിക്കുന്ന സെയ്ദ് ഫസൽ മാപ്പിള എല്ലാവർക്കും അറിയാം. ഇവരെല്ലാം ധാരണ സെയ്ദ് ഫസൽ മാപ്പിള എന്ന് പറയുന്നത് ഹദ്രമൗത്തിൽ നിന്ന് വന്ന് ഒമാനിൽ ദോഫാർ പ്രൊവിൻസിലെ ഗവർണറായി മാറിയ സെയ്ദ് ഫസൽ മാപ്പിളയാണ്. ബ്രിട്ടീഷ് റെക്കോർഡുകളും ഒമാനി റെക്കോർഡ്സ് എന്ന് പറയുന്ന അടുത്ത കാലത്ത് ഒമാനി ഗവൺമെൻറ് കമ്പയർ ചെയ്തിട്ടുള്ള വലിയൊരു ശേഖരമുണ്ട്. ഇതിന് മുഴുവൻ അദ്ദേഹത്തിൻ്റെ
പേര് സെയ്ദ് ഫസൽ മാപ്പിള, ജനനം ഹദ്രാമൗത്ത്. ഞാനത് കഴിഞ്ഞു. അടുത്ത ഘട്ടം ജിദ്ദയിലായിരുന്നു. ജിദ്ദയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് സെയ്ദ് ഫസൽ എന്ന് അറിയപ്പെടുന്നു. പക്ഷേ സെയ്ദ് ഫസൽ ബിൻ അലവി അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് മറ്റ് സംഗതികളൊന്നുമില്ല. അത് മലബാറിലെ സാമ്രാജ്യത്വ നായകനാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഈ മറ്റേ മലബാറിൽ നിന്ന് വന്ന ഒരാളെന്നോ സൂചനയൊന്നുമില്ല. മറിച്ച് ഹദ്രമൗത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതൻ. അങ്ങനെയാണ് പുള്ളി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത ഘട്ടം ടർക്കിയിലായിരുന്നു. ടർക്കിഷ് റെക്കോർഡ്സിൽ ഒരു പൊളിറ്റിക്കൽ ഫിഗർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹൂ ഈസ് ഹൂ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. സെയ്ദ് ഫസൽ പാഷ സുൽത്താൻ ഹാമിദ് പാഷ എല്ലാ വർഷവും അടിച്ചിറക്കിയിരുന്ന രാഷ്ട്രീയ പ്രമുഖരെ കുറിച്ചുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് ആദ്യം എനിക്ക് അറിയപ്പെട്ടത്. ആ പുസ്തകത്തിൽ ഒരു 4-5 വർഷം 1905 വരെ ഏതാണ്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര്, പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, നമുക്കറിയാം എന്ത് രാഷ്ട്രീയക്കാരെ നമുക്ക് ജനറൽ നോളജ് പുസ്തകങ്ങളിലൊക്കെ ഉള്ള ചെറിയ ജീവിത കുറിപ്പുകളുണ്ട്. അതുപോലെ എല്ലാ കാലത്തും പുതുക്കുന്ന ജീവിത കുറിപ്പുകളുള്ള ഒരു മനുഷ്യനായിട്ട് അത്രയും ഉയർന്നൊരു പൊളിറ്റിക്കൽ ഫിഗറായിട്ട് അവിടെ വസീറായിരുന്നു. അദ്ദേഹം ഇസ്ലാമിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പാൻ ഇസ്ലാമിസം എന്ന് പറയുന്നത്. നിങ്ങളിന്ന് പലരും തെറ്റിദ്ധാരണയോടുകൂടി സ്ഥിരമായി കേൾക്കുന്ന പാൻ ഇസ്ലാമിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ പേരായിട്ടാണ് ചിലപ്പോൾ നമുക്ക് അത്ഭുതം. ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി ആയിരുന്നു. അപ്പോൾ ജമാലുദ്ദീൻ അഫ്ഗാനി ഇന്ന് പല വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങൾ പറയുന്ന അദ്ദേഹം സലഫിയാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ചെറിയൊരു അഭിപ്രായക്കുറവുണ്ട്. കാരണം അദ്ദേഹം സലഫിയാണോ സലഫിയല്ലേ എന്നുള്ളൊരു പ്രശ്നത്തേക്കാളപ്പുറം അദ്ദേഹം അന്ന് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ, അത് പാൻ ഇസ്ലാമിസം ഒരിക്കലും സലഫിസം മാത്രമായിരുന്നില്ല. അതിന് ഉദാഹരണം ഞാൻ പറയാം. കാരണം ജമാലുദ്ദീൻ അഫ്ഗാനി, പാൻ ഇസ്ലാമിസ്റ്റായിട്ട് ജമാലുദ്ദീൻ അഫ്ഗാനി ഇന്ത്യയിൽ വരുന്നുണ്ട് 1882. അന്ന് അദ്ദേഹം പല ഗ്രൂപ്പുകളെ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് സലഫി ഗ്രൂപ്പുകൾ. അപ്പോൾ സലഫി ഗ്രൂപ്പുകൾ അന്ന് അദ്ദേഹം പ്രധാന 2 ഗ്രൂപ്പുകളായിട്ട് അന്ന് ചർച്ച നടത്തുന്നുണ്ട്. അതിലൊരു ഗ്രൂപ്പ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ഗ്രൂപ്പും, മറ്റു ഗ്രൂപ്പ് അത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ അനുകൂലിച്ചിരുന്ന ഒരു ഗ്രൂപ്പാണ്. മറു ഗ്രൂപ്പ് ബ്രിട്ടീഷുകാരെ എതിർത്തിരുന്ന ഒരു ഗ്രൂപ്പാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് തൻ്റെ സലഫി ആശയങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്, അദ്ദേഹം ചർച്ച നടത്തുന്ന ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ സലഫി ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഒരു തരത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇവരെല്ലാം ഒരു പ്രധാനപ്പെട്ട മേഖല, രാഷ്ട്രീയ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന, അത് ലോകത്തേക്ക് മുഴുവൻ ഇസ്ലാമിക ലോകത്തേക്ക് മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാന കണ്ണിയായിട്ടാണ് അദ്ദേഹത്തെ ടർക്കിയിൽ എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ പല 4-5 ജീവചരിത്രങ്ങളുള്ള ടർക്കിഷ് ഭാഷയിൽ ഇസ്ഫാൻ ബുസ്തിനാർ എന്ന് പറയുന്ന ഒരു കക്ഷി ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അത് വളരെ വളരെ വിപുലമായിട്ടുള്ള ജീവചരിത്രമാണ്. ഇന്ന് ഞാൻ വായിച്ച ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവചരിത്രം തുസാൻ ബുസ്തിനാറിൻ്റെ ജീവചരിത്രമാണ്. അങ്ങനെ പല ഭാഷയിൽ പല പാട്ടുകൾ, നമ്മൾ എ വി മുഹമ്മദിൻ്റെ പാട്ടുകൾ തുടങ്ങിയിട്ട് തുസാൻ ബുസ്തിനാറിൻ്റെ ടർക്കിഷ് ജീവചരിത്രം, പിന്നെ ഷെയ്ഖ് സഹൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയ കുറിപ്പ്, അങ്ങനെ ഒരുപാട് ജീവചരിത്ര കുറിപ്പുകൾ, ഇത്രയധികം ജീവചരിത്ര കുറിപ്പുള്ള ഒരു മനുഷ്യൻ ഇസ്ലാമിക ലോകത്തിൽ തീർച്ചയായിട്ടും പ്രവാചകന് ശേഷം അല്ലെങ്കിൽ ഈ അമ്പിയാക്കൾക്ക് ശേഷം തലമുറയിൽ വരുന്ന ഒരാളുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ഞാൻ പറയാൻ വന്ന ആ കാര്യമല്ല, ഇദ്ദേഹത്തെ കേരളത്തിൻ്റെ പരിമിതമായ രാഷ്ട്രീയ ചരിത്രത്തിൽ, സാമൂഹിക ചരിത്രത്തിൽ എവിടെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുക? ഇദ്ദേഹം എവിടെയും പെടാതെ പോയി. നമ്മളിന്ന് ഒരു സാമൂഹ്യ പാഠപുസ്തകം എടുത്താലോ അല്ലെങ്കിൽ ഒരു കേരളത്തെക്കുറിച്ചുള്ള ചരിത്ര പാഠപുസ്തകം എടുത്താലോ എവിടെയും പരാമർശിക്കപ്പെടാതെ പോകുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് 4 പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂരിലൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരാളുടെ ചരിത്രം കേരളത്തിൽ എവിടെ ഒതുക്കപ്പെട്ടു? കേരളത്തിൽ ഇന്ന് ഭാഗ്യവശാൽ ഇന്ന് ഈ പള്ളികളുടെ ആയിട്ട് ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു തരത്തിലെ ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡ് വന്നതുകൊണ്ട് ഭാഗ്യവശാൽ അദ്ദേഹത്തെ പലതും അറിയുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആരും അറിയില്ല.
അതൊരു ഒരു വളരെ ഒരു ചരിത്രത്തിൻ്റെ ഐറണിയാണത്, ഒരു അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു വിരോധോക്തിയാണത്. ഞാൻ തീർച്ചയായിട്ടും ഇത്രയും പറയാൻ കാരണം എന്തുകൊണ്ട് ഇത്തരം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ഒരു ദേശരാഷ്ട്രത്തിനപ്പുറം വളർന്ന ആളുകളെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല, നമ്മുടെ ചരിത്രത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല, ഒരു പ്രശ്നമായിട്ട് തന്നെ. ഇതിന് തീർച്ചയായിട്ടും പല കാരണങ്ങളുണ്ട്. അതിന് പ്രധാനമായ കാരണം ഞാൻ കാണുന്നത് കാരണം നമ്മൾ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സാമൂഹികമായിട്ടുള്ള വലിയ മാറ്റങ്ങളോ സംഭവിച്ചിട്ടുള്ളത് കേരളത്തിനകത്തല്ല. കേരളത്തിന് അകത്ത് നടക്കുമ്പോൾ തന്നെ അതിന് പുറത്ത് ചില അനുരണനങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, മൊയ്തീൻ മാല എന്ന് പറയുന്ന കൃതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കൃതിയാണ്. ഈ കൃതി അതിൻ്റെ ഒരു തരത്തിലുള്ള ആസ്വാദനം നടക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രാഥമികമായി പറയുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിലാണ്. മറിച്ച് അത് രൂപപ്പെടുന്നത്, ആ ടെക്സ്റ്റ് ഒരു പാഠം എന്നുള്ള രൂപത്തിലേക്ക് രൂപപ്പെടുന്നത് പുറത്താണ്. കാരണം നിങ്ങൾക്കറിയാം, ബഹജ തക്മീല എന്ന് പറയുന്ന 2 കൃതികളാണ് ഇതിന് സ്വാധീനം ചെലുത്തിയ 2 കൃതികൾ. ഈ കൃതികൾ എഴുതപ്പെടുന്നത് ഇവിടെയല്ല, പുറത്താണ്. അതുപോലെ ഫത്തുൽ മുഈൻ എന്ന് പറയുന്ന ഫിഖ് ടെക്സ്റ്റ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്, അതായത് ഇന്തോനേഷ്യയിൽ. ഞാൻ യൂറോപ്പിലെ കുറച്ച് പഠനം ആവശ്യമായിട്ട് ഒരു വർഷം താമസിച്ച സമയത്ത് അവിടെ എൻ്റെ കയ്യിൽ ഒരു ഫത്തുൽ മുഈൻ ഉണ്ടായിരുന്നു. ഈ ഫത്തുൽ മുഈൻ ഇവിടെ നമുക്ക് തൂഫത്തുൽ മുജാഹിദീൻ ഇവിടെ 30 രൂപയാണ്, ഒരു 30 രൂപ കിട്ടുന്ന ഒരു പുസ്തകമാണ് തൂഫത്തുൽ മുജാഹിദീൻ. ഇത് അവരുടെ ഏറ്റവും വിലപ്പെട്ട ഒരു പുസ്തകമാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യക്കാരെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണ്. ഫത്തുൽ മുഈൻ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നു, എല്ലാ വീടുകളിലും സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ വായനക്കാർ ഒരു ഷാഫി ഫിഖ് ടെക്സ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ, അതായത് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും സിംഗപ്പൂരിലുമാണ്. പക്ഷെ നമ്മൾ ഇത് പരിമിതപ്പെടുത്തിയിട്ട് ഇതിൻ്റെ വായന അല്ലെങ്കിൽ ഒരു ആസ്വാദന സ്വഭാവം അതിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത ഇതൊക്കെ പരിമിതപ്പെടുത്തിയിട്ട് കേരളത്തിൻ്റെ ഒരു ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചർച്ചയിൽ ഇവിടെ കൃത്യമായിട്ട് എഴുതപ്പെടുന്ന ചരിത്രം എന്ന് പറയുന്നത് ഒന്ന് ക്ഷേത്രങ്ങളുടെ, ഞാനത് ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. നമുക്കത് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരായാലും അല്ലെങ്കിൽ ലിബറൽ ചരിത്രകാരന്മാരായാലും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ചില സങ്കേതങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ ഒന്ന് എളുപ്പത്തിൽ അറിയാവുന്ന കൊളോണിയൽ റെക്കോർഡ്സ്, ആർക്കൈവുകളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള കൊളോണിയൽ റെക്കോർഡ്സാണ്. 2 ഈ ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റുകളാണ്. ഇതിനപ്പുറം കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഞാൻ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് ഇളംകുളം കുഞ്ഞൻപിള്ള മുതൽ രാഘവാര്യരും മാർക്സിസ്റ്റുകാരായിട്ടുള്ള രാഘവാര്യരും രാജഗുരുക്കളും എഴുതിയ ടെക്സ്റ്റ് ഉണ്ട്. ഇതൊന്നും എഴുതുന്ന സമയത്ത് കേരളത്തിലെ ഒരു ട്രേഡിനെ കുറിച്ചുള്ള അതിൻ്റെ പ്രധാന ഭാഷയെക്കുറിച്ച്, അറബി ഭാഷയാണ് നിങ്ങൾക്കറിയാം. കേരളത്തിൻ്റെ സമുദ്ര വ്യാപാരം നിലനിരുന്ന സമയത്തും അതിനുശേഷമുള്ള വലിയ കാലഘട്ടത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഭാഷകൾ 2 ഭാഷയായിരുന്നു. ഒന്ന് അറബി മലയാളം, മറ്റത് അറബിക്. ഈ 2 ഭാഷകൾ അറിയാത്ത ആളുകളാണ് കേരളത്തിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ളത്. ഇത് വലിയ ഒരു തരത്തിലുള്ള ഒരു പരിമിതിയാണ്, കേരള ചരിത്രത്തിൻ്റെ ഒരു പരിമിതിയാണ്. കാരണം കേരള ചരിത്രത്തെക്കുറിച്ചുള്ള 3ാമത്തെ ഭാഷ ഹീബ്രു ആണ്. ഈ 3 ഭാഷകൾ എന്ന് പറയുന്നത്, ഈ 3 ഭാഷകൾ അറിയാതെയാണ് കേരളത്തിലെ എല്ലാ ആളുകളും ചരിത്രം എഴുതുന്നത്. ഈ ചരിത്രത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഈ കുഴപ്പം പിടിച്ച ചരിത്ര രചനയിലാണ് നമ്മളെവിടെയും ചരിത്രത്തിൽ എവിടെയും സെയ്ദ് ഫസൽ പോയ തങ്ങളെ പോലുള്ള ഒരു വലിയ വ്യക്തിത്വത്തെ ഉൾപ്പെടുത്താതെ പോകുന്നത്. ഞാൻ ആ ചരിത്രം ഒരു പരിമിതിയോടൊപ്പം തന്നെ ആ ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്, അതുപോലുള്ള രാഷ്ട്രീയ ഭാവനകളുണ്ട്. ഈ ഭാവനകൾ തികച്ചും നമ്മുടെ ഒരു നമുക്കറിയാം, നമ്മുടെ കേരളത്തിലേക്ക് ഒതുക്കുന്നു. കേരളത്തിലേക്ക് ഒതുക്കുക എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യേക സാമൂഹിക വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കേരളത്തിലേക്ക് ഒതുക്കുന്നു. ആ കേരളത്തിലേക്ക് ഒതുക്കുമ്പോൾ തന്നെ അവിടെ അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രരൂപങ്ങൾ ഉയർന്നു വരാത്ത, ഒരു രാഷ്ട്രീയ ഭാവനകൾ ഉയർന്നു വരാത്ത, നമ്മളിന്നും പലപ്പോഴും നമ്മൾ കേരളത്തിൻ്റെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു പ്രശ്നമൊക്കെ നമ്മുടെ ഭാവന ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ദേശീയ ഭാവനയായിട്ട് കൂട്ടിക്കഴിക്കുന്നതാണ്. മറിച്ച് ഏതെങ്കിലും സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ദേശീയ ഭാവനയുടെ ഭാഗമായിട്ടായിരുന്നില്ല കേരളത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ. നമുക്കറിയാം, അറക്കൽ ബീവി എന്ന് പറയുന്ന അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. കാരണം അറക്കൽ ബീവിയുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ന് കണ്ണൂർ ജില്ലയിലെ അഴീക്കോടും കണ്ണൂർ മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന ചെറിയൊരു ഭൂപ്രദേശമാണ്. പക്ഷെ അവരുടെ ഭരണം നിലനിന്നിരുന്ന വലിയൊരു സ്ഥലത്താണ്.
നമുക്ക് ഇന്ന് ഇമാജിൻ ചെയ്യാൻ പോലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വലിയൊരു പ്രദേശത്ത് അവർക്ക് നയതന്ത്ര ബന്ധങ്ങളുണ്ടായിരുന്നു. ഒമാനിൽ നയതന്ത്ര ബന്ധങ്ങളുണ്ടായിരുന്നു, ടർക്കിയിൽ നയതന്ത്ര ബന്ധങ്ങളുണ്ടായിരുന്നു. ടർക്കിഷ് സുൽത്താൻ ഹമീദ് പാഷ ഒരു കത്ത് സുൽത്താൻ ലീഗിക്ക് എഴുതുന്നുണ്ട്. അതൊന്നും നമുക്ക് കോഴിക്കോട് ആർക്കൈവ്സിൽ കാണാവുന്നതാണ്. ഇത്തരം വലിയ വിപുലമായ പ്രദേശത്ത് രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആളുകളെ നമ്മുടെ കേരളത്തിന്റെ പരിമിതമായ രാഷ്ട്രീയ പ്രരൂപത്തിലേക്ക് ഒതുക്കി കളഞ്ഞതാണ്. അപ്പൊ അന്നത്തെ ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, അതല്ല വ്യക്തിജീവിതത്തിലുള്ള ബന്ധങ്ങൾ പോലും. ഞാനൊരു ഉദാഹരണം വേറെ പറയാൻ ഉദ്ദേശിക്കുന്നത് സെയ്ദ് അലവിത്തങ്ങളിലാണ്. സെയ്ദ് അലവിത്തങ്ങൾ 4 കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് 4 ഭാര്യമാര് 4 പ്രദേശങ്ങളിൽ നിന്നാണ്. ഒരു ഭാര്യ തിമോർ എന്ന് പറയുന്ന ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഭാര്യയാണ്, ഒരു ഭാര്യ യമനിയായിട്ടുള്ള ഹദ്രമൗത്തിൽ നിന്നുള്ള ഭാര്യ, ഒരെണ്ണം കൊയിലാണ്ടിക്കാര്, അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള ഭാര്യമാര്. ഇതൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു അക്കാലത്ത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ഒരാളുടെ ഒരു ആഗോള സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം അത്രയും ആ ആളുകളെ പലപ്പോഴും ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോകുന്നത് ചരിത്രത്തിന്റെ തന്നെ ഒരു പരാജയമാണ്, ചരിത്ര എഴുത്തിന്റെ പരാജയമാണെന്ന് സൂചിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം നവോത്ഥാനത്തെ കുറിച്ചുള്ളതാണ്. നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഏതാണ്ട്